ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ നേരിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ ഇരു രാജ്യങ്ങളെയും പ്രതിനിധികൾ നേരിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ എത്തിയ പ്രതിനിധി സംഘങ്ങൾ, ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധി സംഘങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിന് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും ആദ്യം ഈ സംഘങ്ങൾ എത്തിയ ശേഷം അമേരിക്കയുടെ സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലും ഇറാന്റെ പ്രതിനിധി സംഘം സ്പീക്കർ മുഹമ്മദ് ബാഗേറിന്റെ നേതൃത്വത്തിലുമാണ് ഉള്ളത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഈ രണ്ടുപേരും നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. വെവ്വേറെയുള്ളൊരു കൂടിക്കാഴ്ചയാണ് നടന്നത്. അതിനുശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ മധ്യസ്ഥർ മുഖേന, പാകിസ്ഥാന്റെ മധ്യസ്ഥർ മുഖേന പരസ്പരം സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട്, നേരിട്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ടല്ല, സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചയിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എന്തൊക്കെ നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. ഈ പ്രത്യേകിച്ച് ഒരു 12-ന് ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. പാകിസ്ഥാനാണ് ഇതിൻ്റെ മധ്യസ്ഥനായ പാകിസ്ഥാനാണ് അന്ന് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. പ്രത്യേകിച്ച് ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം ഉള്ളതാണ് ആ നിർദ്ദേശങ്ങൾ. അതിൽ ഇറാൻ എത്രത്തോളം ആ നിർദ്ദേശങ്ങളെ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നതിൻ്റെയും ഒരു കാര്യമുണ്ട്. ഏതായാലും ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യുകയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അത് തുറക്കുന്നത് വൈകുകയാണ്. നേരത്തെ തുറക്കാൻ ഇറാൻ സമ്മതിച്ചിരുന്നുവെങ്കിലും ഈ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിയതോടുകൂടി അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിൽ ഇറാൻ ഇതിൽ നിന്ന് പിന്മാറ്റം കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ ഹോർമൂസിൻ്റെ കാര്യത്തിലാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ ഈ ഇറാനിലെ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി നിൽക്കുന്നത് ഈ മൈനുകൾ നേരത്തെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ വിതറിയിരുന്നു. അത് കണ്ടെത്താൻ ഇപ്പോൾ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതിന് അമേരിക്കയുടെ സഹായമടക്കം ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം അമേരിക്കയുടെ പടക്കപ്പൽ ഹോർമൂസിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ ഇന്നലെ മുജ്തബ ഖമേനി അടക്കം പറഞ്ഞത് ഈ ആക്രമണം നടത്തിയവർക്ക്, രക്തസാക്ഷികൾക്ക് വേണ്ടിയൊക്കെ പകരം ചോദിക്കും, ആരെയും പകരം ചോദിക്കാതെ വെറുതെ വിടില്ല എന്നൊക്കെ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ചർച്ച ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ഒരു ധാരണയിലേക്കൊന്നും എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഈ ഇറാന്റെ വിവിധ സമിതികളുടെയൊക്കെ വിദഗ്ധരായ ആളുകൾ നിലവിൽ ഇസ്ലാമാബാദിലുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഏതായാലും ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ പിന്നീട് ഇറാൻ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഏതായാലും തീരുമാനം ഉണ്ടാവുക. ഏതായാലും അനുകൂലമായ ഒരു നല്ല, ലോകത്തിന് സമാധാനമുണ്ടാക്കുന്ന നല്ലൊരു തീരുമാനം തന്നെ ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ തുടക്കമായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.